9, 8, 7, 6, 5, 4, 3, 2, 1. Time up. എല്ലാവർക്കും നമസ്കാരം. എ വെരി ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്. അപ്പോൾ ഇന്നെന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? സബ്ജക്റ്റിൻ്റെ പേര് എന്താണ്? സബ്ജക്റ്റ് എത്ര പേർക്ക് മനസ്സിലായി? ഈ ലോജിക്കൽ ഫാലസി എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് മനസ്സിലായി? ഒരാള്, രണ്ടാള്, മൂന്നാള് മനസ്സിലായി. ഓക്കെ. എന്താ ലോജിക്കൽ ഫാലസി? ഇപ്പം ഒരു ഫേമസ് ആയ ആള് ഒരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും അത് ശരിയാവണമെന്നില്ല. ഓക്കെ, ഇത് തന്നെയാണോ എല്ലാവർക്കും മനസ്സിലായത്? ഓക്കെ. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ചില വാദങ്ങളൊക്കെ നിങ്ങൾ വലിയ തർക്കത്തിലൊക്കെ ഏർപ്പെടാറുണ്ട് അല്ലേ? തർക്കത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എന്നൊക്കെ പറയാറില്ലേ? അപ്പം അങ്ങനെ പറയുന്ന ആ വാദങ്ങൾ, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വാദം, ആ വാദത്തിൽ ചിലപ്പോൾ ചില കുഴപ്പങ്ങൾ വന്നുകൂടും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ വാദം നമ്മൾ തെറ്റായി പോകുമ്പോൾ നമ്മൾ തോറ്റുപോകും. അതറിയില്ലേ? ചില ആളുകൾ നിങ്ങളെ വാദിച്ച് തോൽപ്പിക്കാറില്ലേ? ഇല്ലേ? തോറ്റിട്ടുണ്ടോ വാദിച്ച്? ഉണ്ട്. എത്ര പേര് തോറ്റിട്ടുണ്ട് വാദിച്ച്? തോൽക്കാത്ത ആൾക്കാരുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ വാദിക്കുന്ന ആളുകൾ ആരാണ്? ഈ വാദം എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാർ ആരാ? വക്കീല്. ആരാ പറഞ്ഞേ? യെസ്, വക്കീലുമാർ ഉപയോഗിക്കുന്നതാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? വാദിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു കാര്യം വാദിക്കുമ്പോൾ അതിൽ ഒരു വാലിഡിറ്റി വേണം. നമ്മൾ വാദിക്കുമ്പോൾ വെറുതെ ഇപ്പം ഞാൻ പറയാണ് ഇവിടെ രാത്രിയാണ് എന്ന് ഞാൻ വാദിച്ചത് രാത്രിയാവോ? ഇല്ല. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഇത് രാത്രിയാണെന്ന് തെളിയിക്കാം. എങ്ങനെ? പ്രൂഫ്. തെളിവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ രാത്രിയാക്കാം അല്ലേ? തെളിവില്ലെങ്കിൽ പകൽ തന്നെ ആയിട്ട് നിൽക്കും. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ രാത്രിയാണോ പകലാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്? സൂര്യൻ്റെ കാര്യം. അപ്പോൾ ആ സൂര്യൻ എന്ന് പറയുന്ന തെളിവ് അന്വേഷിച്ച് അതുണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ ഇപ്പം പകലാണ്, വെളിച്ചമുണ്ട്, അതുകൊണ്ട് ഇത് പകലാണ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഒരു ചെറിയ ഉദാഹരണം. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സ്, അപ്പോൾ അതിൽ നമ്മൾ ആ ഉപയോഗിക്കുന്ന സംഗതി അത് വാലിഡ് ആയിരിക്കണമെന്ന് നമ്മൾ പറയുന്ന സംഗതി, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ ആരാണെന്ന് വല്ലതും പിടിയുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്താണ്? കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് അറിയും? വീഡിയോ ഒക്കെ കാണോ? എങ്ങനെയാ കാണും? ഇൻസ്റ്റാഗ്രാമിൽ. അത് ശരി. ഇൻസ്റ്റാഗ്രാമിൽ ഇത് കയറിയോണ്ട് കുറച്ച് ഗുണമുണ്ടായി. ഓക്കെ. പിന്നെ വേറെ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ലിറ്റ്മസിൽ വന്നിട്ടുണ്ട്. എത്ര പേര് ലിറ്റ്മസിൽ വന്നു? അത് ശരി. ഓ, കണ്ടത്. ശരി. ഓക്കെ. അപ്പോൾ ആരാണ് എന്ന് നമ്മൾ എല്ലാവരോടും ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങളോട് ചോദിക്കില്ലേ, നിങ്ങളൊക്കെ ആരാണ് അല്ലേ? അതിന് വല്ല പ്രസക്തി ഉണ്ടോ? ഞാൻ ആരായാലും എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഉണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു എക്സ് ഹോമിയോപ്പതാണ് എന്ന് പറയുന്നത്. എന്താ എക്സ് ഹോമിയോപ്പത്ത്? ആയിരുന്നു അല്ലേ? അതേപോലെ എക്സ് മുസ്ലിം എന്താണത്? പണ്ട് മുസ്ലിം ആയിരുന്നു അല്ലേ? എക്സ് കമ്മ്യൂണിസ്റ്റ് പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഇന്നിപ്പോൾ അതൊന്നും അല്ല, അതല്ലേ പറഞ്ഞത്? അപ്പം എങ്ങനെയാണ് നമ്മൾ എക്സ് ഹോമിയോപ്പത് ആയത്? എങ്ങനെയാണ് നമ്മൾ എക്സ് മുസ്ലിം ആയത്? എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന എക്സ് കമ്മ്യൂണിസ്റ്റ് ആയത്? എങ്ങനെയാ? ആ പ്രോസസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നൊരു സാധനമാണ് ഈ പറയുന്ന ലോജിക്കൽ ഫാലസി എന്ന് പറയുന്ന സംഗതി. അതെങ്ങനെ ഉപയോഗം വന്നതെന്നും അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വരാൻ സാധ്യതയുള്ള സാധനം ഏതും എന്നുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ. ഇപ്പം ഇങ്ങനെ വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു സാധനം, ഇത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ഇപ്പോൾ കുടിച്ചോളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മളത് പറയാതെ ഇത് ഭയങ്കര മാരകമാണ്, ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് കുടിച്ചാൽ 100% പേര് മരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. സംഗതി പച്ചവെള്ളമാണ്.
പച്ചവെള്ളം കുടിക്കുന്ന എല്ലാവരും മരിക്കാറില്ലേ? പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ മരിക്കാതിരിക്കുന്നുണ്ടോ അവിടെ? ഇല്ലേ, എല്ലാവരും മരിക്കുന്നില്ലേ? അപ്പം വെള്ളം കുടിച്ചാൽ എല്ലാവരും മരിക്കും. പക്ഷെ ഇത് നമ്മളത് പറയാതെ ഇതിനെ കുറച്ച് വേറെ ഒരു ഭാഷയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ വലിയ ബിൽഡപ്പ് കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ ഒന്ന് ശങ്കിക്കും. ഇവിടെ കുറച്ച് ആളുകൾ ശങ്കിച്ച പോലെ. പക്ഷെ ഇത് പണ്ട് ഒരു കഥയുണ്ട്. ഒരു ക്ലാസ്സിൽ പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾ ഇതുപോലൊരു സംഗതിയെക്കുറിച്ച് ഒരു എസ്സേ എഴുതണം പറഞ്ഞു. അപ്പോൾ കുട്ടികൾ വീട്ടിൽ പോയി, അന്ന് ഇൻ്റർനെറ്റൊന്നുമില്ല, അപ്പോൾ എല്ലാവരും ആലോചിച്ച് അതിനെക്കുറിച്ച് വലിയ പ്രബന്ധമൊക്കെ എഴുതിക്കൊണ്ട് വന്നു. എന്താണെന്നൊന്നും അറിയില്ല, പക്ഷേ അതെന്തോ മോശം സാധനമാണെന്ന് മാത്രം അറിയാം. പേര് ഡൈഹൈഡ്രജൻ മോണോക്സൈഡാണ്, H2O. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം വെള്ളമാണെന്ന് പ്രൊഫസർ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാക്കാതെ പോയത്? പ്രൊഫസർ പറഞ്ഞുകൊണ്ട്. പ്രൊഫസർ പറഞ്ഞു മാരകമായ കെമിക്കലാണ്, ഇത് കുടിച്ച ആളുകളൊക്കെ എല്ലാവരും മരിച്ചു പോവും, ഇതിലൊക്കെ ഇത് ഇങ്ങനെ മൂക്കി കൂടെ വലിച്ചു കയറ്റിയാൽ നമുക്ക് ന്യൂമോണിയ വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾ പേടിച്ച്. അപ്പം അങ്ങനെ ഉണ്ടായി. അപ്പം എന്തായാലും സംഭവിച്ചത്, പ്രൊഫസർ എന്ന് പറയുന്ന ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചില്ല. അതാണ് ഉണ്ടായത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടിയും കാണാം. അപ്പം ഇതാണ് സാധനം. ഇനി ആരും ഇത് അറിയില്ല, കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്താ അതിൻ്റെ പേര്? ഇതൊക്കെ വെള്ളമാണ്. ഇനി തെറ്റിക്കോ? ഇനി അറിയില്ല എന്ന് പറയോ? ഇല്ല. അപ്പം നമ്മൾ ഇന്ന് ഇതെന്തിനാ ഇത് പഠിക്കുന്നത്? ഈ ലോജിക്കൽ ഫാലസിയെ കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത് എന്തിനാ? ഒന്ന്, നല്ല വാദങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആരെങ്കിലുമൊക്കെ ആയിട്ട് വലിയ വക്കീലുമാരൊക്കെ ആവുമ്പോൾ വെക്കുന്ന വാദങ്ങൾ നന്നാവണം. നിങ്ങൾക്ക് വലിയ ആളുകളാകുമ്പോൾ വലിയ ജോലിയിലൊക്കെ വരില്ലേ, വക്കീലൊക്കെ ആവില്ലേ? വക്കീലന്മാർക്ക് മാത്രമല്ല, നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യം വരും. ഇതുപോലെ ഇപ്പം നമ്മൾ കണ്ട പോലെ വെള്ളം ആണ് എന്ന് അറിഞ്ഞിട്ട് പക്ഷെ അത് എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞ പോലെ നിത്യജീവിതത്തിൽ നമുക്കിത് ആവശ്യം വരും. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത് നമ്മളിത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വാദത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജയിക്കണ്ടേ? അപ്പം ജയിക്കണമെങ്കിൽ എന്ത് വേണം? വേറെ ആരെങ്കിലും ഇതേപോലെയുള്ള ന്യായവൈകല്യം വെക്കുമ്പോൾ, ഇതിനെ ന്യായവൈകല്യം എന്നാണ് മലയാളത്തിൽ പറയാം. ലോജിക്കൽ ഫാലസിക്ക് ന്യായം, വൈകല്യം, അതിനകത്തുള്ള ഒരു കുറവ്. അപ്പം അങ്ങനെ വേറെ ആരെങ്കിലും വെക്കുമ്പോൾ അത് തിരിച്ചറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും ഈ വാക്ക്, അല്ലേ? ഇതെവിടെയാണെന്നറിയോ പറഞ്ഞിരിക്കുന്നത്? ഈ വാക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ബുക്കിനെ കുറിച്ച് അറിയോ? അറിയാത്ത എത്ര ആൾക്കാരുണ്ട്? ഇവിടെ വന്നിട്ട് ആരും പറഞ്ഞു തന്നില്ലേ? ഇവിടുന്ന് ആരും പറഞ്ഞു തന്നില്ലേ? ഇനിയിപ്പോൾ പറഞ്ഞു തരുമായിരിക്കും. ഇന്ന് മുതൽ തുടങ്ങുകയാണ് നമ്മൾ. ഓക്കെ, എന്താണത്? ഇന്ത്യ. ഇതെവിടെയാണ്? ഇത് ഓരോ ഇന്ത്യൻ പൗരനും അടിസ്ഥാനമായിട്ട് അടിസ്ഥാനമായിട്ട് നമുക്കുള്ള ഒരു നിയമസംഹിതയാണ്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഒരു സംഗതിയാണ് ഇത് 51AH. കേട്ടോ? ഇവിടെ ആരെങ്കിലും കേട്ടിരുന്നോ? എത്ര പേർക്ക് അറിയാം 51AH? ഇതിൽ നേരത്തെ വായിച്ച വാക്കുണ്ട്, സയന്റിഫിക് ടെമ്പർ. കണ്ടോ? നിങ്ങൾ സ്കൂളിൽ ഇത് പഠിക്കുന്നില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇല്ല, പഠിപ്പിക്കുന്നില്ല. ടീച്ചറോടൊക്കെ പോയിട്ട് ചോദിക്കണം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എനിക്ക് കാണണം എന്നൊക്കെ പറയാ. പഠിപ്പിക്കണ്ടോ? എത്രാം ക്ലാസ്സിലാ? 7. അപ്പം 8ലുള്ള ആളുകൾ ഇവിടെ ഇല്ലേ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഇവിടെ ഇല്ലേ? 8ലും 9ലൊക്കെ പഠിച്ചവർ ഇത് കേട്ടിട്ടില്ലേ? അപ്പം കണ്ടിട്ടില്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾ 7ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇതിലൊരു വാക്കുണ്ട്. നേരത്തെ കണ്ട വാക്ക് ഏതായിരുന്നു? സയന്റിഫിക്. ഇനി പുതിയൊരു വാക്ക് ഇതിലുണ്ട്. ഏതാണ്? സ്പിരിറ്റ് ഓഫ് എൻക്വയറി. കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനുള്ളൊരു ത്വര. അതുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? അറിയാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. അടുത്ത് പോവാം. അപ്പം ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, ഇന്നിപ്പോൾ നമ്മളിങ്ങനെ കൂടിയിരുന്ന് ഇതേപോലെ ചെയ്യേണ്ടിയൊക്കെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ നിയമമാണ്. എന്താ അത്? ന്യൂട്ടൺസ് ലോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം അതേപോലെ ഒരു ലോ ആണിത്. അതായത് നമ്മളൊരു തെറ്റായ വാദം മുന്നോട്ട് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു. നിങ്ങളൊക്കെ വലിയ ആളുകളായെന്ന് വിചാരിക്കുക, വലിയ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സിനിമാ നടന്മാർ, നടിമാർ, വലിയ വലിയ ആളുകളൊക്കെ ആയി എന്ന് വിചാരിക്കുക. കുറേ കാലം കഴിയും നോബൽ പ്രൈസൊക്കെ കിട്ടും, അല്ലേ?
കിട്ടൂലേ നിങ്ങൾക്ക്? അങ്ങനെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട് മണ്ടത്തരങ്ങൾ വിളിച്ചു പറയും. അപ്പൊ എന്ത് ചെയ്യും? എന്താ അതുകൊണ്ട് ഉണ്ടാവണ ബുദ്ധിമുട്ട്? പാടാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചു പറയുന്ന മണ്ടത്തെ നിങ്ങൾ വലിയ ആൾക്കാരായതുകൊണ്ട് അത് ലോകം മുഴുവൻ പോവും, അല്ലേ? അത് തിരുത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് അത്തരത്തിലുള്ളൊരു മണ്ടത്തരം കേൾക്കാം അടുത്ത് വന്ന്. അപ്പൊ അതിലേക്ക് പോണതിന് മുന്നേ നമ്മൾ ഈ ലോജിക് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കണമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ ഉണ്ടോ? കിട്ടിയോ? ലോജിക് എന്ന് പറയുന്നത് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കറക്റ്റ് തിങ്കിങ് ആൻഡ് കറക്റ്റ് റീസണിങ്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മളൊരു കാര്യത്തിന് കാരണം പറയുമ്പോഴും അത് കറക്റ്റ് ആയിരിക്കണം. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇപ്പൊ രാത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് രാത്രിയല്ല? ഉച്ചയ്ക്ക് ചോറുന്നുകൊണ്ടാണെന്നാണോ നമ്മൾ പറയാ? അല്ലല്ലോ. സാറ് പറഞ്ഞുകൊണ്ടാണെന്നാണോ പറയാ? ഇപ്പൊ പകലാവാൻ കാരണം സമയം 3 മണി ആയതുകൊണ്ടാണെന്നാണോ പറയാ? സൂര്യൻ പുറത്ത് ഉദിച്ചിരിക്കുന്ന സൂര്യ വെളിച്ചം അന്തരീക്ഷത്തിലുണ്ട്, നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പകലെന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അപ്പൊ ആ കറക്റ്റ് സാധനം പറയണം, അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ആ പറയേണ്ടത് എന്ത്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വാദം അതെന്തായിരിക്കണം? അതാണ് ഈ ലോജിക് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ആ ചിന്തിക്കുന്ന പ്രോസസ്സിൽ അതിൻ്റെ ആ സ്വഭാവത്തെയാണ് നമ്മൾ മെരുക്കിയെടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാന്ന് പറയുന്നത് ഇനി ചെയ്യോ? ഉറപ്പല്ലേ? അപ്പോൾ നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും എങ്ങനെ ചിന്തിക്കണം, ഇതാണ് നമ്മൾ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഇനി അടുത്തത്, അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ ലോസ് ഓഫ് ലോജിക് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അതിന് അടിസ്ഥാനമായിട്ടൊരു 3 നിയമങ്ങളുണ്ട്, ഫണ്ടമെൻ്റൽ ലോസ്. അത് അതിനകത്ത് നമുക്ക് പാലിക്കാനും പറ്റണം. അപ്പോൾ എന്താ ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിലൊരു സർക്കിൾ ഇരിക്കുകയാണ്, ഒരു ബോള്. ഇതിൻ്റെ ഷേപ്പ് എന്താ? ബലൂൺ, സ്ഫിയർ, അല്ലേ? ഈ സ്ഫിയർ ആയിട്ടുള്ള ഈ സാധനം, ഇതിനെ നമ്മൾ ബലൂൺ എന്നുള്ളത് വിടുക. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് നമ്മൾ എടുക്കുക. ഇത് സ്ഫിയർ ആണല്ലോ, അല്ലേ? എ സ്ഫിയർ ഈസ് ഓൾവേസ് എ സ്ഫിയർ, അല്ലേ? ഒരു സ്ക്വയർ, ഒരു ക്യൂബ് പോലെ ഇരിക്കുന്ന സ്ഫിയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ക്യൂബായിട്ടിരിക്കും, സ്ഫിയർ ആയിട്ടിരിക്കും. അതാണ് ഏറ്റവും താഴെയുള്ളത്, ഐഡന്റിറ്റി. ഓക്കെ, ഒരു സ്ഫിയർ എപ്പോഴും സ്ഫിയർ തന്നെയായിരിക്കും. അതെവിടെ പോയാലും, ചന്ദ്രനിൽ പോയാലും ശരി, മനുഷ്യൻ ഉണ്ടാക്കുന്ന സ്ഫിയർ ആയാലും ശരി, ദൈവം ഉണ്ടാക്കുന്ന സ്ഫിയർ ആയാലും ശരി, ആ സ്ഫിയർ ആയിരിക്കണം. അത് ഒരു അടിസ്ഥാന നിയമമാണ്. അതേപോലെ അടുത്തത്, ഇതിന് ഒന്നുകിൽ സ്ഫിയർ ആയിട്ടിരിക്കാം, അതല്ലെങ്കിൽ ക്യൂബായിട്ടിരിക്കാം. രണ്ടും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? അതിൻ്റെ രണ്ടിന് നടുക്കൊരു സാധനം ഉണ്ടോ? സ്ഫിയറിൻ്റെയും ക്യൂബിൻ്റെയും നടുക്കൊരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിനെ നമ്മൾ ആ പേര് വിളിക്കുമോ? സ്ഫിയർ എന്ന് വിളിക്കുന്ന സാധനത്തിന് അത് സ്ഫിയർ ആയിട്ട് തന്നെ ഇരിക്കണം. ക്ലിയർ അല്ലേ? അടുത്തത്, ഇതിന് ഒന്നുകിൽ സ്ഫിയർ ആയിട്ടേ ഇരിക്കാൻ പറ്റൂ, അതല്ലെങ്കിൽ ക്യൂബായിട്ടേ ഇരിക്കാൻ പറ്റൂ. ഒരേ സമയം സ്ഫിയർ ആയിട്ടും ക്യൂബായിട്ടും ഇരിക്കാൻ കഴിയില്ല. ക്ലിയർ ആണോ? ഇനി അടുത്തത്, ഇത് വരുമ്പോഴുള്ള പ്രശ്നം, ഇത്തരം ചോദ്യങ്ങൾ നെക്സ്റ്റ് ആളുകൾ ചോദിക്കുന്നത്, ഈ ചോദ്യം നിങ്ങളിവിടെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഈ ചോദ്യം ആർക്കെങ്കിലും മനസ്സിലുണ്ടോ? എന്താണ് ആ ചോദ്യം? എന്തുണ്ടാക്കണമെങ്കിലും ഒരു ആള് വേണം എന്നുള്ള ചിന്ത എത്ര പേർക്കുണ്ട്? എന്തുണ്ടാക്കണമെങ്കിലും പിന്നിൽ ഒരാൾ വേണമെന്ന് പൊക്കിക്കോ, ഇല്ലേ? എത്ര പേർക്കുണ്ട്? ശരിക്കും പൊക്കക്കൈ. എന്തുണ്ടാക്കണമെങ്കിലും ഒരാൾ പിന്നിൽ വേണം. അങ്ങനെയാണോ? ആണ്. ആരാണ് ആള്? ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അല്ലെ, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരാൾ വേണം നിർബന്ധമുണ്ടോ? ദൈവം വേണ്ട. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഒരാള് ഉണ്ടാക്കണം എന്ന വാദം ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതാദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം. സാധാരണ ഒരാളെങ്കിലും പറയും, എന്നാലേ ഒരു ത്രില്ലുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നതാണ്, ഇപ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ, അല്ലേ? എന്തുണ്ടാക്കണമെങ്കിലും ഒരു ദൈവം വേണം.
അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, അപ്പോൾ ദൈവത്തിനെ ആരുണ്ടാക്കി അല്ലേ? വരൂലേ? ആരുണ്ടാക്കിയത് ദൈവത്തിന്? അപ്പോ അങ്ങനെ വെട്ടി തുറന്ന് പറയല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് നിങ്ങൾ പഠിക്കുക. ഇതെന്തിനാ പഠിക്കണതെന്ന് അറിയോ? നിങ്ങളിപ്പോൾ ഇവിടുന്നൊക്കെ പോയി ഈ ചോദ്യം നിങ്ങൾ ഫേസ് ചെയ്യും. ഈ വിശ്വാസികളായിട്ടുള്ള ആളുകളെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ സംവദിക്കേണ്ടി വരിക അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ ചോദ്യം അവിടെ വരും. അപ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഉത്തരം പറയാ? ദൈവത്തിനെ ആരുണ്ടാക്കി എന്നൊരു ചോദ്യം. അപ്പം ഇവർ പറയും ദൈവത്തിനെ ആരും ഉണ്ടാക്കണ്ട, ദൈവം അവിടെ ഉണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു കേട്ടിരിക്കണേ? കേട്ടിട്ടുണ്ടോ? ഓ, തുടക്കമില്ല, ആദി ഇല്ലല്ലോ, അന്തമില്ലല്ലോ അല്ലേ? പാട്ടറിയോ? അതിന് തുടക്കമില്ല, അവസാനമില്ല, ദൈവം അവിടെ ഉണ്ട് എന്നാ പറയുന്നത് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അങ്ങനെ അവിടെ ഉണ്ടാകാം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിന് അവിടെ ഉണ്ടായിക്കൂടാ? മനസ്സിലായോ? അപ്പൊ ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 3 ലോസ്, ലോജിക്കിന്റെ ഫണ്ടമെന്റൽ ലോസ് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? അടുത്തത് ഇതേപോലെ ഒരു ചോദ്യം, വേറൊരു ചോദ്യം, ദൈവത്തിന് പൊക്കാൻ പറ്റാത്ത ഒരു കല്ലുണ്ടാക്കാൻ പറ്റുമോ? ഇതൊരു വലിയ കുഴക്കുന്ന ചോദ്യമാണ് ഈ ഫിലോസഫിയിൽ. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ദ ഓംനിപൊട്ടൻസ് പാരഡോക്സ് എന്ന് പറയും. ദൈവത്തിന് എന്തും സാധിക്കും. അതൊരു ദൈവത്തിന്റെ വേറൊരു ദൈവമാണ്. ദൈവത്തിന് എന്തും സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പൊക്കാൻ പറ്റാത്ത കല്ലുണ്ടാക്കാനും പറ്റണ്ടേ? വേണ്ടേ? പക്ഷേ അങ്ങനെ ഒരു കല്ലുണ്ടാക്കിയിട്ട് ദൈവത്തിന് പൊക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പൊ ദൈവത്തിന് പൊക്കാൻ പറ്റുന്നില്ല എന്നായില്ലേ? അപ്പൊ അതൊരു പാരഡോക്സ് ആയില്ലേ? അപ്പൊ ഇത് എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലോ ദൈവത്തിന് പോലും ബാധകമാണെന്നാണ് വരുന്നത്. മനസ്സിലായോ? അതവിടെ നിൽക്കട്ടെ. അടുത്തത്, അപ്പൊ നമ്മളുടെ മുന്നിൽ ഇതേപോലെ കുറെ കാര്യങ്ങൾ, ഞാൻ ആ നിയമം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഈ ന്യായവൈകല്യങ്ങൾ, ലോജിക്കൽ ഫാലസീസ് എത്ര ഉണ്ടെന്ന് വല്ല പിടിയുണ്ടോ? 100 കണക്കിനുണ്ട്. എത്രയാണെന്ന് ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ശരി. അങ്ങനെ ഒറ്റ വാക്കിൽ അങ്ങനെ വെട്ടി തുറന്ന് പറയരുത്. ഇൻഫിനിറ്റി അല്ല, ഒരു നമ്പർ ഉണ്ട്, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പൊ എന്താ കാര്യം? ഇത് നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം ഓരോ തരത്തിൽ പൊങ്ങി വരുന്നു, ഓരോ ക്ലാസിഫിക്കേഷൻ, ഒന്നിൻ്റെ പോലെ വേറൊരെണ്ണം, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ചില സാധനങ്ങൾ വളരെ കോമണാണ്. ഇപ്പം ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു 5 എണ്ണം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതെന്തുകൊണ്ട് 5 എണ്ണം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയത്തിൻ്റെ അല്ല, അതറിഞ്ഞാൽ മതി. ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല, എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്നും ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സ്വയം പോയി അന്വേഷിക്കാനുള്ളൊരു വഴി നമ്മൾ ഇട്ട് തരും. അതുപോലെ അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണത്തിലേക്ക് കിടക്കാം. 1 അപ്പീൽ ടു അതോറിറ്റി, 2 അപ്പീൽ ടു പോപ്പുലാരിറ്റി, 3 അപ്പീൽ ടു ട്രഡീഷൻ, 4 പോസ്റ്റ് ഹോക്ക് ഫാലസി, പിന്നെ 1 സർക്കുലർ റീസണിങ്. ഇതിൽ ഏതെങ്കിലും അറിയുന്ന ഏതെങ്കിലും ഉണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. പേടിക്കുണ്ടോ? ഇതൊക്കെ കേട്ടിട്ട്, വാക്കുകൾ കേട്ടിട്ട് ചെറിയ ആൾക്കാർ ഉണ്ടോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. അടിപൊളി. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. നമ്മൾ ആദ്യം അപ്പീൽ ടു അതോറിറ്റി. നമ്മളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി ആയിട്ട് കണ്ടിട്ടുള്ളൊരു സാധനമാണ് നാസ അല്ലേ? നാസ പറഞ്ഞു, നാസ തെളിയിച്ചു അല്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അതേപോലെ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? നാസ കൂടാതെ ISR അങ്ങനെ അധികമൊന്നും പറയാറില്ല. സ്പേസ് എക്സ്, പിന്നെ ഏതെങ്കിലും ഹോസ്പിറ്റൽസ് കേട്ടിട്ടുണ്ടോ? ജോൺ ഹോപ്കിൻസ്, മേയോ ക്ലിനിക് ഉണ്ടോ? ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത സ്ലൈഡിൽ ഒരു വീഡിയോ ഉണ്ട്. ഇയാളറിയോ? ഇദ്ദേഹം ആരാണ്? അത് ആരായിരുന്നു? IPS, പഴയ നമ്മളുടെ DGP ഒക്കെ ആയിരുന്നു ഇദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർക്കും മണ്ടത്തരം പറയാം അല്ലേ? ഇദ്ദേഹം പറയുന്ന മണ്ടത്തരം നമുക്ക് കേൾക്കാം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി. എന്നിട്ട് 16 ദിശയിലോട്ട് കുട്ടികളെ തിരിച്ചിരുത്തി. എന്നിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ മാർക്ക് എല്ലാ മാസവും കമ്പ്യൂട്ട് ചെയ്തു.
6 മാസം കഴിഞ്ഞപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പോയി. തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് 15% വരെ താപ്പോട്ട് വന്നു. 62% ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ 42% വാങ്ങിച്ച തേർഡ് ക്ലാസ്സിലേക്ക് താഴ്ന്നിറങ്ങി. എന്നാൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികളുടെ മാർക്ക് 6 മാസം കൊണ്ട് 15% മേപ്പോട്ട് പോയി. 42% വാങ്ങിച്ച തേർഡ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ 62% വാങ്ങിച്ച ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഉയർന്നു പൊങ്ങി. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞന്മാർ വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്തു. വൈസ് ചാൻസലർ പറഞ്ഞു, ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്താൻ പറഞ്ഞു. ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്തി. അതിലെല്ലാവരും കിഴക്കോട്ടിരിക്കത്തക്കവണ്ണം ഹോസ്റ്റൽ പുനർനിർമ്മിച്ചു. കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ചീഫ് എഞ്ചിനീയറെ വിജിലൻസ് കേസിൽ പിടിച്ച് അകത്തിട്ടേനെയാണ്. അത്രയും സാധനം നശിപ്പിച്ചത്. അമേരിക്കയായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ ഹാർവാർഡിൽ കണ്ടുപിടിച്ച തത്വം ഇന്ത്യയിലെ ഋഷിവര്യന്മാർ പണ്ട് കണ്ടെത്തിയിരുന്നു. അവർ പറഞ്ഞു, ദക്ഷിണ ദിശ മൃത്യുദിശ, തെക്കിന്റെ ഡയറക്ഷൻ മരണം വരുന്ന ഡയറക്ഷനാണ്. പൂർവ്വദിശ ജ്ഞാനദിശ, കിഴക്കിന്റെ ഡയറക്ഷൻ ജ്ഞാനം വരുന്ന ഡയറക്ഷനാണ്. ഇതാണ് സായിപ്പന്മാർ പിന്നെ കണ്ടുപിടിച്ചത്. സായിപ്പന്മാരുടെ പ്രസിദ്ധമായ ആപ്തവാക്യം വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ്, കിഴക്ക് നിന്ന് വിസ്ഡം വരും എന്നാണ്. ഏതാ യൂണിവേഴ്സിറ്റി? ഹാർവാർഡ്. ഇദ്ദേഹം പറഞ്ഞതിൽ എന്താ കുഴപ്പം? ബിൽഡിംഗ് ഇല്ല. എന്നിട്ട് എങ്ങനെ മനസ്സിലായി? IPS കിട്ടിയ ഒരാൾ വെറുതെ പറയോ? അങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഇല്ലേ? അറിയില്ല. പക്ഷെ ഇടിച്ച് നിരത്തി എന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇതിൽ ഇദ്ദേഹം പറഞ്ഞ എന്തൊക്കെയാണ്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിലുള്ള ഹോസ്റ്റൽ, പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞ് പഠിക്കുന്നു കുട്ടികൾ. അപ്പൊ അവർക്കൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലേ? എത്ര ശതമാനം? 15% കൂടി. അപ്പോൾ അത് വൈസ് ചാൻസലർക്ക് റിപ്പോർട്ട് ചെയ്തു. അത് ഇടിച്ചു നിരത്തി. പിന്നെ പണിതത് എല്ലാവരും കിഴക്കോട്ട് അല്ലേ? ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞാൽ? ഈ IPS കിട്ടിയ ആൾ അങ്ങനെ പറയൂ? അതാണ് കയ്യൊടിയോട്. പക്ഷേ നമുക്ക് എങ്ങനെ അത് തെളിയിക്കാൻ പറ്റും? IPS കാരൻ മണ്ടത്തരമാണ് പറഞ്ഞതെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? അങ്ങനെ തെളിയിക്കാം. പിന്നെ അതൊരു നല്ല മെത്തഡാണ്, നല്ല കയ്യടി. കാരണം അതാണ് ശാസ്ത്രത്തിന്റെ വഴി എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷെ ഇവിടെ പിള്ളേരെന്താ ചെയ്തത്? കാരണം ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കാം. യെസ്, നല്ല വഴി. അടുത്തത് ഓക്കെ. എന്തായാലും ഗൂഗിൾ നല്ല വഴിയാണ്. അതെല്ലാവരും പരീക്ഷിക്കേണ്ട സാധനമാണ്. ഒരാളും ഗൂഗിൾ മറന്നിട്ടുള്ള ഒരു സാധനം വിട്ട് കളയരുത്. അതോടൊപ്പം ഇന്നിപ്പോൾ പുതിയ കുറേ ടൂൾസ് വന്നിട്ടുണ്ട്. ചാറ്റ് GPT കേട്ടിട്ടുണ്ടോ? എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? അപ്പോൾ അറിയുന്ന ആളുകൾ അറിയാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, എല്ലാവരും പരിചയപ്പെടേണ്ട സാധനമാണ്. അപ്പോൾ ചാറ്റ് GPT ഒക്കെ അല്ലെങ്കിൽ ഗൂഗിളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷെ സെർച്ച് ചെയ്തപ്പോൾ വിവരം കിട്ടിയില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു +2 വിദ്യാർത്ഥി എഴുതി ചോദിച്ചു യൂണിവേഴ്സിറ്റിയിലേക്ക്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക്. ഏത് യൂണിവേഴ്സിറ്റി? അപ്പോൾ എന്താ എഴുതി ചോദിച്ചത്? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മഹാൻ ഇതേപോലെയൊക്കെ പറയുന്നുണ്ട്, അവിടെ ഒരു വൃത്താകൃതിയിലുള്ളൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നാണ് കേട്ടത്, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിലിങ്ങനെ കുട്ടികളൊക്കെ ഇരുന്ന് പഠിച്ചു, അപ്പോൾ മാർക്ക് കൂടി. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇമെയിൽ അയച്ച്. അപ്പോൾ എന്താ മറുപടി വന്നത്? ഇല്ല. ഈ വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്. മിടുക്കൻ. ഒരാളെ അറിഞ്ഞിട്ടുള്ളൂ അല്ലേ? കയ്യടി വേണം. യെസ്. അപ്പോൾ നിങ്ങൾ പത്രം വായിക്കണം എല്ലാവരും. എത്ര പേര് പത്രം വായിക്കാറുണ്ട്? പത്രം വായിക്കുക എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളെ മനസ്സിലേക്ക് വന്നതിപ്പോൾ? പത്രം വായിക്കുക എന്ന് പറയുമ്പോൾ ന്യൂസ് വായിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അത് എവിടെ വായിച്ചാലും മതി. നിങ്ങൾക്ക് ഓൺലൈനിൽ വായിക്കാം, വീട്ടിൽ പത്രം വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ വായിക്കാം,
വീട്ടിൽ പത്രം വരുത്തുന്നില്ല എന്നുള്ളൊരു ഒരു എക്സ്ക്യൂസ് മാത്രം ആരും പറയരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഈ പയ്യൻ എന്ത് ചെയ്തു? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് എഴുതി ചോദിച്ചു ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന്. അവർ മറുപടി കൊടുത്തു, ഇല്ല, ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവിടെ അങ്ങനെ ഇവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ അന്വേഷിച്ചു, അവർ അവിടെ അന്വേഷിച്ചു, ഇങ്ങനെ ഒരു ബിൽഡിങ്ങേ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് മറുപടി കൊടുത്തു. അത് വലിയ വാർത്തയായി. തിരിച്ച് നമ്മുടെ നാട്ടിലത് വലിയ വാർത്തയായി. അവസാനം എന്തായി? IPS കാരൻ എന്തായി? ശശിയായി. അതെന്ത് വേണേലും പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ നമ്മൾ വ്യക്തി അധിക്ഷേപം പാടില്ല എന്ന് പറയും. ഓക്കെ, നമ്മൾ അവിടെ അദ്ദേഹം ചെയ്ത കാര്യത്തിനെ നമ്മൾ ഗണ്ണിക്കുക. അദ്ദേഹത്തെ പൊട്ടനെന്ന് വിളിക്കണ്ട, അദ്ദേഹത്തിന് മണ്ടനെന്ന് വിളിക്കണ്ട. പകരം നമുക്ക് അദ്ദേഹം മണ്ടത്തരം പറഞ്ഞു എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞതിന് തെളിവില്ല എന്ന് പറയാം. അപ്പം നമ്മൾ അത് വെച്ചിട്ട് അയാളെ ഡിസ്പ്രൂവ് ചെയ്യുന്നതിന് പകരം അയാൾ മണ്ടനാണ് പൊട്ടനാണെന്ന് പറയുന്നതിന് നമ്മൾ എന്ത് പറയും? വ്യക്തി അധിക്ഷേപം എന്ന് പറയും. അതൊരു ഫാലസിയാണ്. എന്താണ് ആ ഫാലസിയുടെ പേര്? അഡ് ഹോമിനം എന്ന് പറയും. ഓക്കെ, അതായത് വാദത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അയാൾ മണ്ടനാണ്, അയാൾ വെഡ്ഡിയാണ്, അത്തരം വാദങ്ങൾ നമ്മൾ എടുക്കരുത്. അത് ഞാൻ അവസാനം ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും ഇതിൽ സംഭവിച്ചത്, ഈ അഭിരാം അരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി, അയാളാണ് ഇത് ചെയ്തത്. ഇത് വലിയ രീതിയിൽ വാർത്തയായി. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങളിലൊക്കെ വരും, എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ വാക്ക് ഏതാണ്? ആ വാക്ക് സ്പിരിറ്റ് ഓഫ് എൻക്വയറി. അതാണ് നമ്മളുടെ അഭിരാം അരുൺ അവിടെ കാണിച്ചത്. അതാണ് ആ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ അതിങ്ങനെ വിഴുങ്ങുന്നതിന് പകരം എന്ത് ചെയ്തു? അന്വേഷിച്ചു, അത് ശരിയാണോ എന്ന് തിരക്കി. ആ തിരക്കുന്ന ആ സ്വഭാവം, ആ ത്വര, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എൻക്വയറി. ഇതെവിടെ ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതെല്ലാവരും നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം കേട്ടോ. യെസ്. അടുത്തത്, ഇനി നമ്മൾ അടുത്തത് ഈ അപ്പീൽ ടു പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. അടുത്ത ഒരു ന്യായവൈകല്യം എന്താണത്? ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്, പരന്നതാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പരന്നതാണോ? ഉരുണ്ടതാണോ? എന്തുകൊണ്ടാണ് ഉരുണ്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? തെളിവുണ്ട്. ഓ, തെളിവുണ്ട്, പ്രൂഫുണ്ട്. കുട്ടികളൊക്കെ അതെ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഭൂമി പരന്നതാണെന്ന് ആൾക്കാർ പറയുന്ന? അപ്പോ ഓ ഫ്ലാറ്റ് ആയിട്ട്. ഓക്കെ, പിന്നെ യെസ്, പരന്നതാണെന്ന് പറയാൻ ഒരു കാരണം കുറേ ആളുകൾ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. കുറേ ആളുകൾ ഭൂമി പരന്നതാണ് എന്ന്. ഇവിടെ ബോംബ് പോലും വെച്ചിട്ടുണ്ടാ? ഒരു സൗണ്ട് കേൾക്കുന്നു? ഇല്ല, വാച്ചാണ്. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾ ഭൂമി പരന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഭൂമി പരന്നതാവാം എന്ന് കുറേ ആളുകൾ ചിന്തിക്കുകയാണ്. അവർക്ക് എന്താ ഇല്ല? തെളിവില്ല. പരന്നതാണെന്നതിന് തെളിവില്ല. ഉരുണ്ടതാണ് എന്ന തെളിവ് എടുക്കാൻ അവർ തയ്യാറുമല്ല. കാരണം അതോറിറ്റി അല്ല, നമ്മളിപ്പോൾ പറയുന്നത് പോപ്പുലാരിറ്റിയാണ്. കുറേ ആളുകൾ പറയുന്നു, കുറേ ആളുകൾ വിശ്വസിക്കുന്നു. അപ്പൊ ഈ മതങ്ങളൊക്കെ എങ്ങനെയാ ശരിയാവുന്നത്? കുറേ ആള് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ അത് ശരിയാണെന്ന് ആളുകൾ ധരിക്കുകയാണ്. ആണ്, ശരിയാണെന്ന് വിചാരിക്കുന്നു. വലിയൊരു കയ്യടി കൊടുക്ക് കുട്ടിക്ക്. അപ്പൊ മതം എങ്ങനെയാ ശരിയാവുന്നത്? എല്ലാവരും വിശ്വസിക്കുന്നു അത് ശരിയാണ്. കുറേ ആൾക്കാർ അതിനകത്തുണ്ട്. ഒരുപാട് ആളുകൾ ഇന്ന മതത്തിന്റെ ആളുകളാണ്, ഏത് മതമായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ആ മതം ശരിയായിരിക്കും എന്ന് ധരിക്കുകയാണ്. ഇനി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം മതമൊന്നുമല്ല, നിങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ അതിനു മുന്നേ ഒരു ചെറിയ വീഡിയോ കാണാം. നെക്സ്റ്റ്. ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ലോജിക്കൽ ഫാലസി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സാധനം കൂടി ഇവിടെ നമ്മൾ മനസ്സിലേക്ക് വരണം. അതിനുവേണ്ടി ഇത് കാണിച്ചത്. ഇത് നമ്മൾ ഒരു കോഗ്നിറ്റീവ് ബയാസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് നമ്മളുടെ ചിന്ത, നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് ബുദ്ധി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജന്മനാ ഉള്ളൊരു സംഗതി ആവുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കുന്ന കാര്യമാകുമ്പോൾ
ഒരു അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ചില ചിന്തകളുണ്ട്. ഇതൊന്നും ആരും പഠിപ്പിക്കുന്നതോ പഠിച്ചതൊന്നുമല്ല. ഏതുപോലെ ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വരുന്നു, എന്താ ചെയ്യുക? ആരെങ്കിലും പറഞ്ഞിട്ടാണോ? അപ്പൊ എന്തിനാ നമ്മൾ ഓടിയേ? അവിടെ രക്ഷപ്പെടാൻ. അവിടെ ആരെങ്കിലും ലോജിക്കൽ ഫാലസി നോക്കിയോ? ഇല്ലല്ലോ. എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടണമെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്തോ? ഇല്ലല്ലോ. എസ്കേപ്പ് വെലോസിറ്റിയിൽ പോയ ഭൂമിയിൽ നിന്ന് പുറത്ത് പോയി പോകുന്ന ആരെങ്കിലും പേടിച്ചോ? പക്ഷെ എന്താ നിങ്ങൾ ചെയ്തേ? ഓടി. അപ്പൊ അവിടെ അത് നമ്മളൊരു ജന്മവാസനയാണ്. ഒരു പേടിപ്പിക്കുന്ന സാധനം വന്നാൽ ഓടുക എന്ന് പറയുന്നത്. അതിൽ സംശയം ഉണ്ടായിരിക്കെങ്കിലും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ജന്മനാ ഉള്ള ഒരു ചിന്ത ഒരു വൈകല്യമായിട്ടോ അതല്ലെങ്കിൽ ഒരു രീതി, വൈകല്യം നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇങ്ങനെ പട്ടിയെ കണ്ടപ്പോഴും പുലിയെ കണ്ടപ്പോഴൊക്കെ ഓടിയോണ്ടാണ് നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ അത് തെറ്റാണോ? അല്ല. പക്ഷെ ഈ സാധനം ഈ ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ചില ആർഗ്യുമെന്റ്സ് വെക്കുമ്പോൾ, ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഈ സാധനം എടുത്തുകൊണ്ട് വരും. അപ്പോൾ അതെന്താവും? പ്രശ്നമാവും. അപ്പോൾ നമ്മൾ അതിനെ ഫാലസി എന്ന് വിളിക്കും. അതായത് ഒരു പുലി വന്നു, ഒരാൾ ഓടി. ഇപ്പം ആ വര എന്ന് പറയുന്ന ഒരു പുലിയാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ പശു ഓടി, അതിനെ മറികടന്ന് ചാടിയത് കണ്ടല്ലോ, അല്ലേ? രണ്ടാമത്തെ പശു ചിലപ്പോൾ പിന്നാലെ വരുന്നവരെന്ന് ആ വര കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല. പക്ഷെ അവർ ചാടുന്നുണ്ട്. എന്തിനാ? ആദ്യത്തെ ആൾ ചാടിയതുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മളൊരാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ ഒരാളിങ്ങനെ ഓടിപ്പോകുന്നു. എന്താ ഓടണേന്ന് ചോദിക്കുക. അപ്പോൾ പറയും പുലി വരുന്നതെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടും. പുലി വരാൻ കാത്തുക്കോ? ഓടിയില്ലെങ്കിൽ പുലിൻ്റെ വായിൽ പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓടും, ഇല്ലേ? അപ്പോൾ പക്ഷെ ഈ ഓട്ടം നമ്മളെ ഹെൽപ്പ് ചെയ്തു സർവൈവ് ചെയ്യാൻ. എവല്യൂഷൻ എല്ലാവർക്കും അറിയില്ലേ, അല്ലേ? ഇപ്പൊ പഠിപ്പിക്കണ്ടല്ലോ, വേണ്ട. അപ്പോൾ നമ്മൾ അങ്ങനെ ഓടിയതുകൊണ്ടൊക്കെയാണ് നമ്മൾ സർവൈവ് ചെയ്ത് നമ്മളിവിടെ ഇരിക്കുന്നത്, അല്ലേ? പല ഗുഹാമനുഷ്യരായിരുന്ന കാലത്ത് നമ്മളിങ്ങനെ കുറേ ഓടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പുലിയൊന്നും വരുന്നില്ല, നമുക്കങ്ങനെ ഓടേണ്ടിയും വരുന്നില്ല. പക്ഷെ ഈ സാധനം നമ്മളുടെ എവിടെ ഉണ്ട്? തലച്ചോറിലുണ്ട്, നമ്മളുടെ ചിന്തയിലുണ്ട്, നമ്മളുടെ ജീനിലുണ്ട്, അല്ലേ? അപ്പം നമ്മളിപ്പോൾ എവിടെയാണ് നമ്മൾ പുറത്തെടുക്കുന്നത്? ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഇങ്ങനെയാണ്, ചില ന്യായ വൈകല്യങ്ങളായിട്ട്. ഏതുപോലെ? ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഭൂമി പരന്നതാണ്. കുറേ അവൻ വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണെന്ന്, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു. അവൻ വിശ്വസിക്കുന്നത് ഹോമിയോപ്പതി ശരിയാണെന്നാണ്, അതുകൊണ്ട് ഞാനും ഹോമിയോപ്പതി വിശ്വസിക്കുന്നു. അവൻ വിശ്വസിക്കുന്നത് പ്രാർത്ഥന ഫലിക്കുമെന്നാണ്, അതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു. അപ്പം അത് ശരിയാവോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെക്ക് ചെയ്യണം. ചിന്തിക്കണം, നമ്മളുടേതായ വഴിയിൽ ചിന്തിക്കണം. കൈയടി. അപ്പോൾ നിങ്ങളൊക്കെ ബാധിക്കാൻ ചില കാര്യങ്ങളൊന്നും നമ്മളെ ലൈഫിനെ ബാധിക്കില്ല, ചില തീരുമാനങ്ങളൊന്നും എടുത്താൽ കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു പട്ടി വന്നു, 10 ആൾ ഓടി, നമ്മൾ ഓടിയില്ല, നമ്മളെ കയ്യിൽ കല്ലുണ്ട്, നമുക്ക് വേണമെങ്കിൽ എറിഞ്ഞ് അവിടെ നിൽക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ പട്ടി നമ്മളെ തൊടാതെ അങ്ങ് പോയി എന്ന് വരാം. ഇനിയിപ്പോൾ അതാ ഒരു കടി കൊണ്ടു, നമുക്ക് വേണമെങ്കിൽ ചികിത്സ എടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കാം, അല്ലേ? പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയല്ല. ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിനെ മൊത്തത്തിൽ ബാധിക്കും. അതുപോലെയുള്ള ഒരു സാധനമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. മിനിസ്ട്രി ഓഫ് ആയുഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒരാൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരാളെ കേട്ടിട്ടുള്ളൂ, അല്ലേ? അടുത്ത സ്ലൈഡ്, അപ്പോൾ മനസ്സിലാവും. ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ചികിത്സകൾ കേട്ടിട്ടുണ്ട്? എത്ര പേര് ഇവിടെ ഹോമിയോ മരുന്ന് കഴിക്കണവരുണ്ട്? ഇവിടെ ഹോമിയോ മരുന്ന് കഴിക്കണ എത്ര ആൾക്കാരുണ്ട്? ആരെങ്കിലും കഴിക്കുന്നുണ്ടോ? ഹോമിയോ മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? ആയുർവേദ മരുന്ന് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതിലേതെങ്കിലും യോഗ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? യോഗ ആരുമില്ല, ഒരാളുണ്ട്. പിന്നെ ഇതിനകത്ത് യുനാനി, സിദ്ധ, ഇതൊക്കെ യുനാനി ചെയ്യുന്നുണ്ട്, ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, തേച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണോ? ഇതൊക്കെ ശരിയാണോ? രോഗം മാറുന്ന എങ്ങനെ മനസ്സിലായേ? ഒരാൾക്ക് കഴിക്കുന്നുണ്ട്. ആ ആളുടെ അസുഖം മാറിയത് ആ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തോ? അതറിയോ?
അറിയില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചത് ആ മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറിയെന്ന്? അന്വേഷിക്കണ്ടേ? അവിടെ പോയി ചോദിക്കണം, നിങ്ങളുടെ ഈ അസുഖം മാറിയത് ഈ ആയുർവേദം കഴിച്ചിട്ടാണോ എന്ന് ചോദിക്കണം. ചോദിക്കോ? ആ ഓക്കെ. അപ്പം നമ്മൾ പറയുന്നത് എന്താ? ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഇതൊന്നും അല്ലാത്തൊരു സാധനമുണ്ട്. ഏതാ? മോഡേൺ മെഡിസിൻ. അത് തന്നെ, ഒരു കയ്യടി കൊടുക്കുക. അപ്പോൾ ഈ മോഡേൺ മെഡിസിനും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? മോഡേൺ ആണ്. പിന്നെ ഇനി ഇത് ചോദിക്കുമ്പോൾ പറയേണ്ട ഉത്തരം ഇതൊന്നുമല്ല. ഇതിനൊന്നും തെളിവില്ല. മോഡേൺ മെഡിസിന് തെളിവുണ്ട്. അപ്പൊ തെളിവുള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? പ്രൂഫ് ഉള്ളതിന് നമ്മൾ എന്ത് വിളിക്കും? മോഡേൺ മെഡിസിൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെഡിസിൻ എന്ന് നമ്മൾ വിളിക്കും. ഇല്ലാത്തതിന് നമ്മൾ എന്ത് വിളിക്കും? സ്യൂഡോ മെഡിസിൻ, സ്യൂഡോ സയൻസ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഈ ആയുഷ് എന്ന് പറയുന്നത് എന്തിനാ ശരിക്കും ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? സ്യൂഡോ സയൻസ്. ആയുഷ് എന്തിനാ പ്രൊമോട്ട് ചെയ്യുന്നത്? ഉറക്കെ പറയൂ, ആയുഷ് എന്തിനാ പ്രൊമോട്ട്? ഓക്കെ. അപ്പോ നിങ്ങൾ ഇനി ആരെങ്കിലും ഈ പറയുന്ന മെഡിസിൻ പോയി കഴിക്കോ? ഇതിന്റെ കോഴ്സ് നിങ്ങൾ എൻട്രൻസ് കഴിഞ്ഞിട്ട് പോയി പഠിക്കാൻ നോക്കോ? എങ്ങനെ? ഇല്ല, പോകരുത് എന്നാണ് ഈ പറയുന്നത്. കാരണം അത് ശാസ്ത്രീയമല്ല, തെളിവില്ല. പിന്നെന്താ ഉള്ള? നിലനിൽക്കുന്നതിന്റെ കാരണം ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോപ്പുലാരിറ്റി. കുറെ ആളുകൾ അതിൽ പോകുന്നു, കുറെ ആളുകൾക്ക് ഇതേപോലെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുന്നു. അതിൽ തെളിവില്ല, പക്ഷെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. പല സാധനങ്ങളും എന്തൊക്കെയുണ്ട് ഗവൺമെന്റ് ഇത്. നമ്മളിപ്പോ അമ്പലങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് പലതും ചെയ്യുന്നില്ലേ? തെളിവുണ്ടോ? ഉണ്ടോ? പക്ഷെ ചില കാര്യങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. പക്ഷെ പല ഗവൺമെന്റുകളും ബോധമുള്ള ഗവൺമെന്റുകൾ എന്ത് ചെയ്യും? അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഓസ്ട്രേലിയൻ അസോസിയേറ്റഡ് പ്രസ് ഏത് വർഷം വന്നതാ വാർത്ത? 15. ഇത് എവിടെയാണ്? ആരാ പറഞ്ഞത്? സയന്റിസ്റ്റുകൾ അല്ലേ? ഇത് ഓസ്ട്രേലിയയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് തെളിവുണ്ടോ എന്ന് ചെക്ക് ചെയ്ത സ്ഥലങ്ങളിൽ തെളിവില്ല എന്ന് മനസ്സിലാക്കി ഗവൺമെന്റുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒഴിവാക്കി. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇത് ചെക്ക് ചെയ്യുന്നുമില്ല, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഹോമിയോ മരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് ഇത് പോയി പഠിച്ച് ഇതിൻ്റെ വക്താക്കളായി മാറുന്നത്. പഠിച്ചാൽ എന്ത് സംഭവിക്കും? ഇതിനെ ന്യായീകരിച്ച് ജീവിതകാലം മുഴുവൻ തള്ളി നീക്കേണ്ടി വരും. ഈ അശാസ്ത്രീയമായ സംഗതിയെ ശാസ്ത്രീയമാണ് തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെക്കേണ്ടതായിട്ട് വരും. നടക്കുമോ അത്? ഇല്ല. അടുത്തത് അപ്പീൽ ടു ട്രഡീഷൻ, ഷോ സം റെസ്പെക്ട്, ദിസ് ഈസ് വെരി ഓൾഡ് ട്രഡീഷൻ അല്ലേ? അതിനൊരു ഉദാഹരണം കാണാം. നെക്സ്റ്റ്, ഇതൊരു പരസ്യമാണ്. ഈ പരസ്യം ഏതാണെന്നറിയോ? ഇന്ദുലേഖ. ഓക്കെ, എന്താണ് ഇന്ദുലേഖ? ബ്രിങ്ക ഓയിൽ. ഓക്കെ, അപ്പൊ ഇതിലെന്താ കാണിക്കുന്നത്? കാട്ടിൽ പോകുന്നു. ആരാ പോകുന്നത്? സന്യാസിയുടെ തലയിൽ മുടിയുണ്ടോ? അത് നമ്മൾ ചോദിക്കാൻ പാടില്ല. ഓക്കെ, പക്ഷെ പോട്ടെ, അത് നമുക്ക് തൽക്കാലം വിട്ടുകൊടുക്കാം. അപ്പോൾ സന്യാസി ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്നു, എന്നിട്ട് തപ്പി നടക്കുന്നു. അപ്പോൾ ഒരു ചെടി കാലിൽ തടയുന്നു, കുനിഞ്ഞ് അത് പറിക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് അത് പൊക്കിയെടുത്ത് ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കി, എന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോയി അരച്ച് എന്തുണ്ടാക്കി? ബ്രിങ്ക ഓയിൽ. അപ്പോൾ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഈ സാധനം ഇങ്ങനെ മുടി വളരും എന്നുള്ളതിന് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഇതിന് തെളിവില്ല എന്ന് തന്നെ പറയുക. ഓക്കെ, പല ആളുകളും പലതൊക്കെ പൊക്കിക്കൊണ്ട് വരും, പല പേപ്പറുകളൊക്കെ എടുത്തുകൊണ്ട് വരും. പക്ഷെ അത് വാലിഡേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കഴമ്പൊന്നും കാണൂല. ഓക്കെ, നിലവിൽ മുടി വളരാൻ അല്ലെങ്കിൽ മുടി പോയാൽ എന്താ ചെയ്യാനുള്ളത്? മോഡേൺ മെഡിസിനിൽ ചില വഴികളുണ്ട്. ഇംപ്ലാന്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ തന്നെ വഴിയുള്ളൂ. പോട്ടെ, അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? ഇതിനെ നമ്മൾ ചോദ്യം ചെയ്ത എന്താ തിരിച്ചു വരുന്ന ചോദ്യം? ഇത് ആയുർവേദമാണ്.
10000കണക്കിന് വർഷം ഇവിടെയുള്ള സാധനമാണ് അല്ലേ? എന്താണ്? പാരമ്പര്യമാണ്. പാരമ്പര്യ കിട്ടിയതാണ്. ഇത് അനേകമായിരം ആളുകൾ ഇതേപോലെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ശരിയാണ്. അതല്ലേ പറയാ? തെളിവൊന്നും ചോദിക്കണ്ട, കയ്യടിയോട്. ഈ കുട്ടി എല്ലാം പഠിച്ചിട്ടുണ്ട്. എന്താ പേരെന്താ? ശ്രീഹിത. അപ്പോൾ അങ്ങനെയാണോ നമ്മളതിനെ എടുക്കേണ്ടത്? അല്ല, പാരമ്പര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, തെളിവിട് എന്ന് പറയണം. എന്താ പറയണ്ടേ? പാരമ്പര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, തെളിവിട്. ഒന്ന് പറഞ്ഞേ, പാരമ്പര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രൂഫ് ഇട്. ഓക്കെ, ഉറക്കെ പറ. പാരമ്പര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ആദ്യത്തേത് പറയും. ഓക്കെ, അപ്പോ ഇതേപോലെയുള്ള പാരമ്പര്യം കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്, ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഇതാണ്. അതൊക്കെ അവിടെ വെക്കട്ടെ, പ്രൂഫ് ഇട്. ഇദ്ദേഹത്തിന് അറിയോ? കണ്ടിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? ആളുടെ പേരെന്താ? ഓക്കെ. ഇതിലിപ്പോ എഴുതിയിരിക്കുക ആളല്ല പ്രശ്നം, ഇതിൽ എഴുതിയിരിക്കുന്ന സംഗതി മഞ്ഞളിന്റെ ആരോഗ്യ ഗുണങ്ങൾ. മഞ്ഞളിന് ആരോഗ്യ ഗുണമുണ്ടോ? ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? മഞ്ഞളിന് എന്തോ വലിയ ആരോഗ്യ ഗുണമുണ്ട് എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരുമില്ല. മഞ്ഞൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ടോ? കുഴപ്പമുണ്ടാക്കുന്നില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കുഴപ്പമുണ്ടാക്കുന്നില്ല എന്ന്? പൊക്കിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, പോലീസ് പിടിക്കൊന്നുമില്ല. 2 കൈയും പൊക്കാണ്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചാല് മഞ്ഞളിന് ഇവിടെ ഗുണമുണ്ടെന്നായി പറയുന്നത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞളിന്റെ ഒരു ഗുണം എന്താ? ടേസ്റ്റും കറിക്കൊരു മഞ്ഞ കളറും, അതിനപ്പുറത്തേക്ക് വേറെ ഗുണമൊന്നുമില്ല. എന്നാൽ അത് മാത്രമല്ല, അനാവശ്യമായിട്ട് ഇതേപോലെ മഞ്ഞള് കലക്കി കുടിക്കുന്ന കുറെ ആളുകളുണ്ട്. അത് കുടിച്ചാൽ എന്താ ഉണ്ടാവുക? ബ്ലഡ് പറ്റും. വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ? ലിറ്റ്മസിന് വന്നിട്ടുണ്ട്. അതാണ് കയ്യടിയോട്. അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഒന്ന് അയച്ച് കാണിച്ചു കൊടുക്കുക, എന്താണ് അതിൽ പറയണതെന്ന്. ഓക്കെ, അതായത് മഞ്ഞൾ അത്ര നിഷ്കളങ്കനല്ല. അത് കറിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഡെയിലി ഇപ്പൊ നമ്മളിപ്പോ കറിയിൽ ഒരു ലേശിട്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടിയ അളവിൽ നല്ലതാണെന്ന് വിചാരിച്ച് നിരന്തരം ഇത് ഡെയിലി ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇത് മതി നിങ്ങളെ കരള് അടിച്ചു പോവാൻ. അതാണ് പറഞ്ഞു വരുന്നത്. അതോടൊപ്പം തന്നെ ചില ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, സൂക്ഷിക്കണം. പക്ഷേ ഇത് അവിടെ ഇരിക്കെ ഇങ്ങനെ ഒരു വിവരം ഉണ്ടാവുമ്പോൾ ഇത് പറയാതെ ആളുകൾ മുഴുവൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാ. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്താലും അവിടെ എന്താ ചോദ്യം വരുന്നത്? പാരമ്പര്യം അല്ലേ? ഇത്ര ആൾക്കാർ ചെയ്യുന്നു, അപ്പൊ അതിങ്ങനെ തെറ്റോ? ഇതല്ലേ ചോദിക്കുക. അപ്പൊ നമ്മൾ എന്ത് പറയണം? പ്രൂഫ് ഇട്. തെളിവ് അവിടെ നിൽക്കട്ടെ, പ്രൂഫ് ഇട് എന്ന് പറയാം. അല്ല, പാരമ്പര്യം അവിടെ നിൽക്കട്ടെ, പ്രൂഫ് ഇട് എന്ന് പറയണം. ക്ലിയർ അല്ലേ? യെസ്. ആ ചോദ്യം ആരും മറന്നു പോകരുത്. അടുത്തത് പോസ്റ്റ് ഹോക്ക് ഫാലസി. കേട്ടിട്ടുണ്ടോ? ഇല്ല. കരിമ്പൂച്ച കുറുകെ ചാടി എന്താ കുഴപ്പം? ബാഡ് ലക്കാണ്. എത്ര പേര് അതിൽ വിശ്വസിക്കുന്നുണ്ട്? കരിമ്പൂച്ച കുറുകെ ചാടിയാൽ, ഈ ചോദ്യം അപ്രസക്തമാണെന്ന് അറിയാം, എന്നാലും ചോദിക്കുകയാണ്. അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിരിക്കുന്നത്? കരിമ്പൂച്ച കുറുകെ ചാടിയാൽ ബാഡ് ലക്ക്. ബാഡ് ലക്ക് ആണോ? അല്ല. ഉറപ്പാണോ? എന്നാ ഉറക്കെ പറയാ. അല്ല എന്ന് ഉറക്കെ പറ. നെക്സ്റ്റ്. അപ്പോ ഇതിനെന്താ നമ്മൾ പറയാ? ഈ കരിമ്പൂച്ച ഇഫക്റ്റിന് എന്താ നമ്മൾ വിളിക്കുന്നത്? അതിന്റെ പേരാണ് ഈ പറയുന്ന പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്റ്റർ ഹോക്ക് എന്ന് പറയുന്ന ഫാലസി. കുറച്ച് വലിയ പേരാ, പക്ഷെ നമ്മൾ എളുപ്പത്തിന് എന്ത് പറയും? പോസ്റ്റ് ഹോക്ക് ഫാലസി എന്ന് പറയും. ഇതൊന്ന് എഴുതി വെച്ചോ. ഇതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീണു പോകുന്നൊരു സാധനം. ഇപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു? ആയുർവേദം കഴിച്ചിട്ട് അസുഖം മാറി എന്ന് പറഞ്ഞില്ലേ? അപ്പോ എന്താ സംഭവിച്ചത് അവിടെ? ചിലപ്പോൾ അസുഖം തനിയെ മാറാനുള്ളതായിരിക്കും, അതല്ലെങ്കിൽ അതിനോടൊപ്പം വേറെ ചില മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, പലതും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഒരു ഇവന്റ് ഓക്കെ, ആദ്യം മരുന്ന് കഴിച്ചു, അതിനുശേഷം അസുഖം മാറി. അപ്പൊ നമ്മൾ എന്ത് പറയാണ്? അത് പോട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? ഈ മരുന്ന് കഴിച്ചത് കൊണ്ടാണ്
അസുഖം മാറിയതെന്ന് നമ്മൾ അങ്ങനെ, അതായത് പൂച്ച കുറുകെ ചാടിയത് കൊണ്ടാണ് നമ്മളെ തലയിൽ തേങ്ങ വീണത്, അല്ലേ? ആണോ? അതുകൊണ്ടാണോ തലയിൽ തേങ്ങ വീണത്? അതുകൊണ്ടാണോ നമ്മളെ വണ്ടി ഇടിച്ചത്? അല്ല. വണ്ടി ഇടിച്ചപ്പോൾ നിങ്ങൾക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയത് അതുകൊണ്ടാണോ? സീറ്റ് ബെൽറ്റ് ഇടാത്തതുകൊണ്ടല്ലേ? അല്ലേ? ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ടൊക്കെ അല്ലേ? അപ്പം അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിന് പൂച്ചേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പം അത് തന്നെയാണ് എല്ലാത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കോസേഷനും കോറിലേഷൻ. എന്താ കോസേഷൻ, എന്താ കോറിലേഷൻ? ആർക്കെങ്കിലും പറയാവോ? കോസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാരണം. കോറിലേഷൻ അപ്പോ ചുമ്മാ ഒന്ന് കോറിലേറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് മൂന്നാറിൽ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആണോ? കാലാവസ്ഥ. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് മൂന്നാറിൽ ബ്ലോക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ശരിയാവോ? പക്ഷെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ബ്ലോക്ക് അവിടെ ഇല്ലേ? വേണമെങ്കിൽ നമുക്ക് കോറിലേറ്റ് ചെയ്യാം. പക്ഷെ കോസ് അതാണോ? കാര്യം മനസ്സിലായോ? അത് രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞു ഒരു പരീക്ഷണം നടത്തി നോക്കണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു നമ്മൾ പറഞ്ഞ്? വീണ്ടും കിഴക്കോട്ടും അതുപോലെ വടക്കോട്ടൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞില്ലേ? അതിനെയാണ് നമ്മൾ ട്രയൽ നടത്തണം എന്ന് പറയാം. അതിലെ ഏറ്റവും ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സാധനമാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. അതായത് കുറേ കുട്ടികളെ നമ്മൾ കിഴക്കോട്ട് ഇരുത്തി പഠിപ്പിക്കും, കുറേ കുട്ടികളെ നമ്മൾ വടക്കോട്ട് ഇരുത്തി പഠിപ്പിക്കും. എന്നിട്ട് ഇവരോട് പറയില്ല ഇത് ഏത് ഡിറക്ഷൻ ആണെന്നൊന്നും നമ്മൾ പറയരുത്. അത് ബ്ലൈൻഡും കൂടി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവരെ പരീക്ഷ എഴുതിപ്പിച്ചിട്ട് നോക്കും. അപ്പം അറിയാം എന്താ ശരി എന്താ കഥ എന്നുള്ളത്. അതിനെയാണ് ആ പ്രോസസ്സ്. ഇത് നമ്മൾ മരുന്ന് കണ്ടുപിടിക്കുന്നതല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്. മരുന്ന് പരീക്ഷണം കേട്ടില്ലേ? അതിലാണ് നമ്മൾ ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പേരാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്ന് പറയുന്ന ഒരു സാധനം. ഒരുപാട് ട്രയൽസ് ഉണ്ട്, അതിലൊരു പ്രധാനപ്പെട്ട സാധനമാണ്. ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഇതറിയോ? അറിയാം. എന്തൊക്കെ ഗുണങ്ങളുണ്ട് കൃപാസനം വഴി? രോഗശാന്തി, പിന്നെ പലതും ഉണ്ട്. ഇത് ചിലതൊക്കെ ഇതിൽ വായിക്കോ. ഒരേ ആളുകളാണ്, ഫോട്ടോ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് ആളുകളെ പോപ്പുലറൈസ് ചെയ്യാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കുറേ ഫാലസീസ് ഇതിനകത്തുണ്ട്. ഏതൊക്കെയാ? അനുഭവ സാക്ഷ്യം പറഞ്ഞ് ഇത് പോപ്പുലർ ആക്കുക, കുറെ ആളുകൾക്ക് ഗുണം കിട്ടി എന്നുള്ളത് വരുത്തിക്കുക. പോപ്പുലാരിറ്റിയാണ് ഉണ്ടാക്കുന്നത്. കുറെ ആൾക്കാരവിടെ പോകുന്നു. കൃപാസനത്തിന് മുന്നിൽ ഇടിച്ചൂത്തിയ ആളാണ്. ഒന്നുമില്ലാതെ ഇവിടെ ആള് വരുമോ? ഇതല്ലേ ചോദിക്കുക, അല്ലേ? ഒന്നുമില്ലാതെ ആള് വരുമോ? വരൂല. അപ്പൊ എന്താ അവിടെ നടക്കണേ? പറ്റിക്കപ്പെടുകയാണ്. അവിടെ വർക്കൗട്ട് ആവുന്ന ഫാലസി ഏതാ? പ്രാർത്ഥിച്ചു, അവരുടെ മുട്ടുവേദന മാറി. പ്രാർത്ഥിച്ചു, പെട്രോൾ ടാങ്കിൽ എണ്ണ നിറഞ്ഞു. പിന്നെന്താണ്? അടുത്തൊരു സ്ലൈഡിലൊരു സാധനം ഉണ്ട്. ഒരു പല്ലി കൃപാസനം പത്രത്തിൽ വീണു, അടുത്ത ദിവസം ഡൈനോസറായി. എന്താ അവിടെ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? പോസ്റ്റ് ഹോക് ഫാലസി. എന്താണ്? അതെ. അപ്പോൾ അങ്ങ് അന്ധമായിട്ട് കോറിലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തത് ഇതാണ് അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാം. വേഗം നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താ ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുക? നിങ്ങളോട് ഒരു കാര്യത്തിന് തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് എവിടുന്ന് എടുക്കണം? തെളിവ് പുറത്തുനിന്ന് കൊണ്ടുവരണം. തെളിവ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇതിന് നമ്മൾ വേറൊരു വാക്ക് എന്ന് പറയുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നാണ് ഇതിന് പറയുക യൂഷ്വലി. ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പാസേജ് ഒക്കെ വായിക്കുമ്പോൾ കണ്ടുണ്ടാവും. ഇറ്റ് ഈസ് എ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളൊരു വാക്ക്. അത് ചോദ്യം ഇങ്ങനെ ആവശ്യപ്പെടുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഈ ഫാലസിയുടെ ഒരു ടെക്നിക്കൽ ടേമാണത്. ഓക്കെ, ചോദ്യം ബെഗ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഇതിൻ്റെ ടെക്നിക്കൽ ടേമാണ്. സംഭവിക്കുന്നത് എന്താ? അതിനൊരു ഉദാഹരണം, ഇപ്പോൾ ഹോമിയോപ്പതി ശരിയാണ് എന്ന് പറയുന്നു. എങ്ങനെ മനസ്സിലായി ഹോമിയോപ്പതി ശരിയാണെന്ന്? അല്ലെങ്കിൽ ഹോമിയോപ്പതി നല്ലതാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലായി? ഹോമിയോപ്പതിക്കാരൻ എഴുതിയ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഉപജ്ഞാതാവ് ആരാ? ഡോക്ടർ സാമുവൽ ഹാനിമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ സാമുവൽ ഹാനിമാൻ എഴുതിയ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയാണ് ഹോമിയോപ്പതി ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്ന് എഴുതിയിരിക്കുക. അതുകൊണ്ട് ശരിയാവോ? ഇല്ല. അപ്പൊ അത് പുറത്തുനിന്ന് നമുക്ക് തെളിവ് കിട്ടണം. ആ തെളിവ് കിട്ടാത്തതുകൊണ്ടാണ് നേരത്തെ ഓസ്ട്രേലിയക്കാരെന്ത് കണ്ടുപിടിച്ചത്? തെറ്റാണെന്നും വർക്ക് ചെയ്യുന്നില്ല എന്നും. അടുത്തത്, ഇതിൽ ഈ ചോദ്യം, ഈ സർക്കുലർ ഫാലസി ഏറ്റവും കൂടുതൽ വരുന്നത് ദൈവങ്ങളുടെ വിഷയത്തിലാണ്. കേട്ടിട്ടുണ്ടാവും അല്ലേ?
ആ നേരത്തേല് ഒരു ബാക്കടിച്ച ഒരു സെക്കൻഡ്, ഈ കളർ മാറിയ സ്ഥലമില്ലേ ഹോമിയോപ്പതി എന്നുള്ളത്, നിങ്ങൾക്ക് എന്തും വെക്കാം. ദൈവം ഈസ് റൈറ്റ്, ആയുർവേദ ഈസ് റൈറ്റ്, എവിടെ പറഞ്ഞു? ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്ത്യാനിറ്റി അതല്ലെങ്കിൽ ഈ പറയുന്ന ബൈബിൾ അത് നമ്മൾ എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് പറയുകയാണ് ഇത് ശരിയാണ്, എവിടെ പറഞ്ഞു? ബൈബിളിൽ പറഞ്ഞു. അതുകൊണ്ട് ശരിയാവോ? നമുക്ക് പുറത്തുനിന്ന് കിട്ടണം, അത് വരുന്നില്ല. മാത്രമല്ല അതിലെ ആദ്യത്തെ ശരിയാണ് എന്ന് പറയുന്ന ആദ്യത്തെ വാദം അത് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി വരുന്നു. അതിനെയാണ് നമ്മൾ ഈ ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്തത് കുറച്ച് ബോണസ് ആയിട്ട് ചായ കുടിക്കുന്നതിന് മുന്നേ 2-3 ബോണസ്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ആളുകളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സാധനമാണ് അപ്പീൽ ടു പിറ്റി. ഹോംവർക്ക് ചെയ്യാതെ വന്നിട്ട് ടീച്ചർ ചോദിക്കും എന്തുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല. അപ്പം നിങ്ങൾ എന്താ കാരണം പറയാ? മറന്നുപോയി, എടുക്കാൻ മറന്നു. പിന്നെ വീട്ടിൽ അനിയന് പനിയായിരുന്നു അതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല, ഇല്ലേ? ഇതൊക്കെ പറയോ? ഉമ്മാക്ക് വയ്യ, അമ്മയ്ക്ക് വയ്യാതെയായി, തലവേദന പറയാറുണ്ടോ? പറയാറുണ്ടോ? പുറത്തു പോയിരുന്നു, അത് പറയാം. ഇത് പറയാറുണ്ടോ? വയ്യായിരുന്നു, ഒരു നിസ്സായാവസ്ഥ, ഒരു പിറ്റി ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ട്. അതൊരു ന്യായവൈകല്യമാണ്. പരീക്ഷയിൽ തോറ്റു. എന്തുകൊണ്ട് തോറ്റു? അമ്മ പനിയായിരുന്നു, അമ്മ കിടപ്പിലായിരുന്നു, അച്ഛന് സുഖമില്ലായിരുന്നു, അനിയത്തിക്ക് പ്രശ്നമായിരുന്നു. അപ്പം അതുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ശരിക്കും അതാണോ കാരണം? അല്ല. എന്താ കാരണം? പഠിക്കാഞ്ഞല്ലേ, അല്ലേ? അപ്പം അതിന് പകരം നമ്മൾ ഇതേപോലെ കേട്ടാൽ വിഷമം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് ടീച്ചറെ നമ്മൾ എന്ത് ചെയ്യും? അത് തന്നെ, വലിയൊരു കയ്യടി കൊടുത്തോ. അപ്പൊ അവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ടീച്ചറുടെ ആ വികാരത്തെ, ടീച്ചറുടെ ആ മാനസികാവസ്ഥയെ നമ്മൾ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള കാര്യം. അതേപോലെ പറഞ്ഞാണ് അപ്പീൽ ടു ഇമോഷൻ. ഇത് തന്നെയാണ് സാധനം. പക്ഷെ അവിടെ വേറൊരു സംഭവം ഉണ്ട്. ഇത് ടീച്ചർമാരായിട്ടായിരിക്കില്ല ചിലപ്പോൾ കൂടുതൽ സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ഒരു 5 മാർക്ക് കൂടുതൽ വേണം. അപ്പോൾ നിങ്ങൾ ടീച്ചറെ അടുത്ത് പോയി ചോദിക്കാറുണ്ടോ? ടീച്ചർ അത് ഞാൻ എഴുതിയത് ശരിയാണ്, എനിക്ക് 2 മാർക്ക് കൂടി വേണം, അങ്ങനെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അപ്പോൾ മാർക്ക് ഇടാറില്ലേ? ഇല്ല. ഗ്രേഡാണോ ഇപ്പോൾ? ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കുക അവിടെ പോയിട്ട്? എങ്ങനെ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ടീച്ചർമാർ കുടുങ്ങിപ്പോവും. പക്ഷെ പണ്ട് ഞങ്ങളൊക്കെ ചോദിച്ചിരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചറെ അല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ഇരിക്കുന്നതല്ലേ, ഞാൻ നല്ല കുട്ടിയല്ലേ, ഞാൻ വളരെ നീറ്റായിട്ട് നടക്കുന്ന ആളല്ലേ, കച്ചറയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, എന്നിട്ട് ടീച്ചർ എന്നെ ഇങ്ങനെ തോപ്പിക്കുന്നത് ശരിയാണോ? ഇതാണോ ചോദിക്കാറ്? അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ ചോദിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയാ? ഇമോഷൻ. അപ്പോൾ നമ്മൾ ആ വ്യക്തിയിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ ഇന്നതൊക്കെ ടീച്ചർ നല്ലൊരു ടീച്ചറല്ലേ, ടീച്ചർ ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് പെരുമാറാമോ? ഇങ്ങനെയും ചോദിക്കാം, അല്ലേ? ടീച്ചർ നല്ല ടീച്ചറാണല്ലോ, എന്നിട്ട് ഇങ്ങനെ മാർക്ക് കുറയ്ക്കണം എന്താണ്? ചോദിക്കൂലേ? ചോദിക്കാറുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് ഇമോഷൻ. ആരോടും ചോദിക്കാം. നമ്മളിപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്ത് വാദം വെക്കുമ്പോൾ, ഇപ്പോൾ ഒരു വക്കീൽ, ജഡ്ജി പറയാണ് കേസ് ഡിസ്മിസ്ഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയുന്നു, അങ്ങനെ പറയല്ലേ, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എഴുതിയത്, വക്കീല് അല്ല ഈ ജഡ്ജി എന്തെല്ലാം നല്ല വിധികൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് അങ്ങനെ തള്ളല്ലേ എന്നാണോ പറയാ? അങ്ങനെ പറയാൻ പാടില്ല. അവിടെ നമ്മൾ തെളിവ് വെക്കണം, അതല്ലേ? അപ്പൊ ഇതാണൊന്ന്. പിന്നെ നേരത്തെ പറഞ്ഞ അഡ്ഹോമിനം. എന്താണ് അഡ്ഹോമിനം? നമ്മൾ നേരത്തെ IPS കാരനെ എന്തെന്ന് വിളിച്ചു? പൊട്ടൻ. ഇനി വിളിക്കോ? ഇല്ല. അത് വിളിക്കാൻ പാടില്ല. ഉറപ്പല്ലേ? അതിനെയാണ് ആ രീതിയിൽ വ്യക്തികളെ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ അവരിലേക്ക് അത് കൊണ്ടുപോകുന്നതിനെ നമ്മൾ എന്ത് പറയും? അഡ്ഹോമിനം. അപ്പോൾ അവർ പറയുന്ന വാദത്തിന് നമ്മൾ അഡ്രസ്സ് ചെയ്യുക, വ്യക്തിയെ ഒരിക്കലും നോക്കരുത്. അത് ഏത് വലിയ പോലീസുകാരനായാലും അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അടുത്തത് ടു കോക്ക് ഫാലസി. കേട്ടുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം പറയാണ്, അപ്പോൾ നമ്മൾ അടുത്ത ആൾ പറയും നീയും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? അങ്ങനെ ചോദിക്കാറില്ലേ? നീ അങ്ങനെ ചെയ്തിട്ടല്ലേ നീ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറയും എന്ത്? നീയും അങ്ങനെ ചെയ്തിട്ടില്ലേ, ഇല്ലേ? അതൊരു വാദമാണോ? അല്ല. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കണേന്ന് നമ്മൾ ഉത്തരം പറയാം.
അതിന് പകരം വേറൊരു അയാളുടെ വേറെ കുഴപ്പം കണ്ടുപിടിച്ചിട്ടല്ല മറുപടി പറയേണ്ടത്. ക്ലിയർ ആണോ? അടുത്തത് അവസാനം വാട്ട് അബൌട്ടിസം. അതെന്തായിരിക്കും? വാട്ട് അബൌട്ട്? ആരാത് പറഞ്ഞേ? അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേറെ വിഷയം കൊണ്ടുവരും. വിഷയം മാറ്റുക. അതന്നെ, വിഷയം മാറ്റാൻ ശ്രമിക്കുക. അതിൽ നമ്മൾ നിന്ന് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങോട്ടൊന്നും പോലെ പ്ലേറ്റ് മാറ്റല്ലേ എന്ന് പറയാം. ഏതാണ്? പ്ലേറ്റ് മാറ്റല്ലേ, ഇവിടെ നിൽക്കുമെന്ന് പറയാം. ആദ്യം ഈ പ്ലേറ്റ് തീർക്കുക, എന്നിട്ട് അടുത്ത പ്ലേറ്റിലേക്ക് പോവുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് ഇതിലെ ഔട്ട്കം? തിങ്ക് ഔട്ട്സൈഡ്, അല്ലേ? എന്നുവെച്ചാൽ ബോക്സിന്റെ വെളിയിൽ ചിന്തിക്കുക. ഏതാണ് ആ ബോക്സ്? ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ. ഇത് പറഞ്ഞുണ്ടോ? അമ്മ കൊള്ളാലോ. അപ്പൊ എന്താണ് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്? എല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. വ്യത്യസ്തമായിട്ട് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ആവശ്യം വരും ഇതേപോലെയുള്ള സാധനങ്ങൾ. ക്ലിയർ ആണോ? എല്ലാവരും ഔട്ട്സൈഡ് ദ ബോക്സ് അല്ലേ ഇനി ചിന്തിക്കുള്ളൂ? ഉറപ്പല്ലേ? ഓഫ് കോഴ്സ്. എല്ലാവരും ഉറപ്പാണല്ലോ അല്ലേ? യെസ് എന്ന് ഉറക്കെ പറയൂ. യെസ്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.